AICC ആസ്ഥാനത്ത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് കോൺഗ്രസ് നേതാക്കൾ ആദരമർപ്പിക്കുകയാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നായി ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം AICC ആസ്ഥാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ദൃശ്യങ്ങളിൽ കാണാം. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ അതിൻ്റെ ഗതി തന്നെ മാറ്റിവിട്ട ആ തന്ത്രജ്ഞനെ രാജ്യം ഏറെ ആദരവോടെ ഓർക്കുകയാണ്. അദ്ദേഹത്തിന് അർഹിക്കുന്ന ഏറ്റവും ഉചിതമായ യാത്രാ മൊഴി നൽകാൻ ഒരുങ്ങുകയാണ് രാജ്യം. അതിനിടയിലാണ് സ്മാരകം ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം ഉയരുന്നത്. അതേസമയം ഈ വിഷയത്തിൽ വിവാദത്തിന് പ്രസക്തിയില്ലെന്നും അദ്ദേഹത്തിൻ്റെ സ്മാരകത്തിന് ഉചിതമായ സ്ഥലത്ത് തന്നെ അനുമതി നൽകുമെന്നുമാണ് സർക്കാർ അറിയിക്കുന്നത്. സ്മാരകത്തിന് സ്ഥലം അനുവദിക്കേണ്ടതില്ല എന്ന നിലപാട് നേരത്തെ UPA സർക്കാർ സ്വീകരിച്ചതാണെന്നൊരു വിശദീകരണമൊക്കെ ഇതിനിടയിൽ കേന്ദ്ര സർക്കാർ നൽകുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് തന്നെ ഉയരുന്ന എതിർ സ്വരങ്ങൾ അല്ലെങ്കിൽ അതൃപ്തിയുടെ സ്വരങ്ങൾ അദ്ദേഹത്തിൻ്റെ ചടങ്ങിന് അദ്ദേഹത്തിൻ്റെ യാത്രാമൊഴി നൽകുന്നതിനിടയിൽ ചെറിയ കല്ലുകടിയാവുകയാണ്. അപ്പോഴും മുതിർന്ന നേതാക്കളെല്ലാം എത്തി അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നു. രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് AICC ആസ്ഥാനത്തേക്ക് മൃതദേഹം എത്തിച്ചതിന് പിന്നാലെ തന്നെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവായ സോണിയാഗാന്ധി തൊട്ട് മല്ലികാർജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങി എല്ലാ പ്രമുഖ നേതാക്കളും AICC ആസ്ഥാനത്തെത്തി മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. 11:45 നിഗംബോധ് ഘട്ടിലാണ് സംസ്കാരം നടക്കുക. പൂർണ്ണ സൈനിക ബഹുമതികളോടെ രാജ്യം അദ്ദേഹത്തിന് 11:45 വിട നൽകും. മിനിയാന്ന് രാത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. ഇന്നലെ മുഴുവൻ അദ്ദേഹത്തിൻ്റെ വസതിയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. അവിടെ എല്ലാവരും, പ്രധാനമന്ത്രി ഉൾപ്പെടെ എല്ലാവരും എത്തി ആദരാഞ്ജലികൾ അർപ്പിച്ചിരുന്നു. ഇപ്പോഴാണ് AICC ആസ്ഥാനത്തേക്ക് എത്തിച്ചത്. ഇവിടെ നേതാക്കൾക്ക് ശേഷം പൊതുജനങ്ങൾക്കും അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അവസരമുണ്ടാകും എന്നാണ് കരുതുന്നത്. രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിൽ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയ ദീർഘദർശിത്വത്തോടെ നയങ്ങൾ രൂപീകരിച്ച രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിന് നേതൃത്വം നൽകിയ ഭരണാധികാരിക്കാണ് വിട ഇപ്പോൾ രാജ്യം നൽകുന്നത്. കുറച്ച് സമയം കൂടി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അന്ത്യാഞ്ജലി അർപ്പിക്കാനായി AICC ആസ്ഥാനത്തുണ്ടാവും. അതിനുശേഷമായിരിക്കും നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോവുക. നമുക്ക്